ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു നാടൻ 4 മണി പലഹാരത്തിൻ്റെയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് ചെറുപഴമാണ്. ഞാനിപ്പോൾ ചെറിയ 4 ചെറുപഴം എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നേന്ത്രപ്പഴം ഉപയോഗിക്കാം, പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഈ ചെറുപഴം വെച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചിരകിയത് കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ളൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ഈ പഴമൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗോതമ്പൊടിയാണ്. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറേശ്ശെ ആയിട്ട് മിക്സാക്കിയിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊരു 3/4 കപ്പ് വെള്ളം ഇതുപോലെ തന്നെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതിലേക്ക് മിക്സാക്കിയിട്ട് കുറച്ച് കട്ടിയായിട്ടുള്ളൊരു ബാറ്ററാക്കി എടുക്കണം. അപ്പോൾ നോക്കിയിട്ട് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ചൊരു കട്ടിക്കാണ് ബാറ്റർ വേണ്ടത്. ഇത്രയേ ഉള്ളൂ, ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചുട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് കട്ടിയുള്ള ചട്ടി തന്നെ വെക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ആകുമ്പോഴാണ് ഇതിന് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ നിന്നൊരു 2-3 സ്പൂണ് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചൊരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് നല്ല മൊരിഞ്ഞിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല മൊരിഞ്ഞിട്ടാകുമ്പോഴാണ് ഇതിന് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരക്ക് പകരം ശർക്കര വെച്ചിട്ടും ചെയ്തെടുക്കാം. അതും ടേസ്റ്റ് തന്നെയാണ്. രണ്ടും ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും. ശർക്കരയായാലും പഞ്ചസാരയായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗം മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇനി അടച്ച് വെക്കണമെന്നൊന്നുമില്ല. കുറച്ച് ടൈം ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചെടുത്താൽ മതിയാവും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മാത്രം ചെയ്തെടുത്താൽ മതിയാവും. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. എണ്ണ പെട്ടെന്ന് വറ്റിയിട്ട് അടി പിടിക്കുകയും ചെയ്യും. അപ്പോൾ കുറച്ച് നല്ല മൊരിഞ്ഞിട്ട് കിട്ടണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കാം. തുറന്ന് വെച്ചിട്ടാകുമ്പോൾ പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ പലഹാരമാണ്. അപ്പോൾ 2 ഭാഗവും കളറൊക്കെ മാറി ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ കുറച്ച് കനം കുറഞ്ഞിട്ട് പരത്തിയിട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. നല്ല ടേസ്റ്റുമാണ്. ഒരു നാടൻ പലഹാരമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.